പ്രാചീന മരങ്ങളാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഒരു താഴ്വരയിൽ ജീവൻ എന്ന ജ്ഞാനിയായ ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. ജീവിതത്തെയും മനസാന്നിധ്യത്തെയും കുറിച്ചുള്ള അഗാധമായ പഠിപ്പിക്കലുകൾക്ക് പേരുകേട്ട അദ്ദേഹം ഏകാന്തതയുടെ നിമിഷങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന പരിവർത്തന ശക്തിയെക്കുറിച്ച് പലപ്പോഴും സംസാരിച്ചു. ഒരു ദിവസം ഏകാകിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മാർഗനിർദ്ദേശം തേടി ജിജ്ഞാസുവായ ഐക്കോ എന്ന ശിഷ്യൻ അദ്ദേഹത്തെ സമീപിച്ചു. മാസ്റ്റർ ജീവൻ ഐക്കോ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഏകാന്തത പലപ്പോഴും മനപ്പാഠത്തിൻ്റെ പാതയിൽ ശക്തമെന്ന് കരുതുന്നത്? ഏകാന്തതയുടെ നിമിഷങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുക? ആ കുളത്തിൻ്റെ ആഴം പിടിച്ച കണ്ണുകളോടെ മാസ്റ്റർ ജീവൻ ചിന്താപൂർവം തലയാട്ടി. ഏകാന്തത എന്നത് ഒരു അഭാവമല്ല, ഒരു സാന്നിധ്യമാണ്. അവനവനുമായുള്ള അഗാധമായ കണ്ടുമുട്ടൽ. തനിച്ചായിരിക്കുന്നതിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു സെൻകഥ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. ഒരിക്കൽ താഴ്വരയുടെ ഹൃദയഭാഗത്ത് തരുൺ എന്നു പേരുള്ള അസ്വസ്ഥനായ ആത്മാവ് താമസിച്ചിരുന്നു. ബാഹ്യലോകത്തിൻ്റെ അരാജകത്വങ്ങളാൽ വേദനിച്ച അദ്ദേഹം മാസ്റ്റർ ജീവൻ്റെ പഠിപ്പിക്കലുകളിൽ ആശ്വാസം തേടി. ഒരു ദിവസം തരുൺ തൻ്റെ വിഷമങ്ങളുടെ ഭാരത്താൽ ജ്ഞാനിയായ സെൻഗുരുവെ സമീപിച്ചു. മാസ്റ്റർ ജീവൻ, തരുൺ തുടങ്ങി, പുറത്തെ ലോകം എന്നെ കീഴടക്കുന്നു. എനിക്ക് സ്വയം നഷ്ടപ്പെട്ടതായും വിച്ഛേദിക്കപ്പെട്ടതായും തോന്നുന്നു. കുഴപ്പങ്ങൾക്കിടയിൽ എനിക്ക് എങ്ങനെ സമാധാനം കണ്ടെത്താനാകും? മാസ്റ്റർ ജീവൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തലയാട്ടി തരുണിനോട് പിന്തുടരാൻ ആംഗ്യം കാണിച്ചു. ലോകത്തിൻ്റെ ആരവങ്ങളിൽ നിന്ന് അകന്ന് പുരാതന വനത്തിൻ്റെ ഹൃദയത്തിലേക്ക് അവർ ഒരു യാത്ര ആരംഭിച്ചു. അവിടെ ഒരു ഗാംഭീര്യമുള്ള കരുവേലകത്തിൻ്റെ അഭയശാഖകൾക്ക് കീഴെ മാസ്റ്റർ ജീവൻ സംസാരിച്ചു. ശ്രദ്ധിക്കൂ തരുൺ, നിശബ്ദമായ മരങ്ങളുടെ ജ്ഞാനം നിങ്ങളെ നയിക്കട്ടെ. തനിച്ചായിരിക്കാനുള്ള ശക്തി ലോകത്തിൽ നിന്ന് രക്ഷപ്പെടലല്ല, അവനവനിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. 1. ഏകാന്തതയിലെ ശാന്തത. ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ നിശബ്ദനായി ഇരിക്കാൻ ജീവൻ മാസ്റ്റർ തരുണിനോട് നിർദ്ദേശിച്ചു. ഇലകളുടെ മൃദുവായ തുറുമ്പുകളും നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നിശ്ചലതയും അനുഭവിക്കുക. ഏകാന്തതയുടെ നിമിഷങ്ങളിൽ ഉള്ളിൽ നിന്ന് ഉയരുന്ന ശാന്തതയുണ്ട്. അത് ഒരു അഭയമാണ്, ജീവിത കൊടുങ്കാറ്റുകൾക്കിടയിലുള്ള ഒരു സങ്കേതമാണ്. 2. സ്വയം പ്രതിഫലനത്തിൻ്റെ കണ്ണാടി. ഒരു കുളത്തിൻ്റെ ശാന്തമായ പ്രതലത്തിൽ ലോകം സ്വയം പ്രതിഫലിക്കുന്നത് പോലെ ഏകാന്തത നിങ്ങളുടെ ഉള്ളിൽ ഒരു കണ്ണാടിയായി വർത്തിക്കുന്നു. ഏകാന്തതയുടെ നിശബ്ദതയിൽ ബാഹ്യ സ്വാധീനമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും അഭിലാഷങ്ങളും നിരീക്ഷിക്കാൻ കഴിയും. 3. സ്വയം കണ്ടെത്തലിൻ്റെ ശക്തി. മാസ്റ്റർ ജീവൻ തരുണിനെ അവൻ്റെ അസ്തിത്വത്തിൻ്റെ ആഴങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു. ഏകാന്തതയിൽ ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കിൽ മറഞ്ഞിരിക്കാവുന്ന നിങ്ങളുടെ പാളികൾ നിങ്ങൾ അനാവരണം ചെയ്യുന്നു. സ്വയം കണ്ടെത്താനുള്ള യാത്രയെ സ്വീകരിക്കുക, അതിൽ നിങ്ങളുടെ ശക്തിയുണ്ട്. 4. ബാഹ്യമായ വിലയിരുത്തലിൽ നിന്നുള്ള മോചനം. പലപ്പോഴും തരുൺ, ഞങ്ങൾ ബാഹ്യലോകത്തിൽ നിന്ന് സ്വാതൂകരണം തേടുന്നു. ഏകാന്തതയിൽ നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ബാഹ്യമായ സ്ഥിരീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ നിങ്ങൾ സ്വയം പൂർണ്ണനാണ്. 5. ക്രിയേറ്റീവ് ജന്മസ്ഥലം. ഏകാന്തതയുടെ നിശബ്ദതയിലാണ് സർഗാത്മകത ജനിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ശാന്തമായ ഇടവേളകളിൽ നിന്നാണ് ആശയങ്ങളും പ്രചോദനങ്ങളും പുതുമകളും ഉണ്ടാകുന്നത്. നിങ്ങളുടെ ചിന്തകളോടൊപ്പം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സൃഷ്ടിപരമായ പ്രവാഹങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുക. 6. സൗഖ്യമാക്കൽ നിശബ്ദത. ലോകം അതിൻ്റെ വിദ്വേഷം കൊണ്ട് നിങ്ങളെ മുറിവേൽപ്പിച്ചേക്കാം. എന്നാൽ ഏകാന്തതയിൽ നിങ്ങൾ നിശബ്ദതയെ സുഖപ്പെടുത്തുന്ന സുഗന്ധം കണ്ടെത്തുന്നു. നിശ്ചലത നിങ്ങളുടെ ആത്മാവിനെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരട്ടെ, ഉള്ളിലെ ഒടിവുകൾ നന്നാക്കട്ടെ. 7. പ്രകൃതിയുമായുള്ള ബന്ധം. ജീവൻ മാസ്റ്റർ ചുറ്റുമുള്ള വനത്തിലേക്ക് ആംഗ്യം കാണിച്ചു. പ്രകൃതിയിൽ തനിച്ചായിരിക്കുക എന്നത് പ്രപഞ്ചവുമായുള്ള ഒരു കൂട്ടായ്മയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും പരസ്പര ബന്ധം അനുഭവിക്കുക. ഏകാന്തതയിൽ നിങ്ങൾ അസ്തിത്വത്തിൻ്റെ സങ്കീർണമായ നൃത്തത്തിൻ്റെ ഭാഗമാകും. 8. ഏകാന്തത പ്രതിഫലനത്തിലെ വ്യക്തത. ഏകാന്തത നിങ്ങളുടെ കാഴ്ചയെ മറിക്കുന്ന മൂടൽമഞ്ഞിനെ മായ്ക്കുന്നു. ഏകാന്തമായ പ്രതിഫലനത്തിൻ്റെ വ്യക്തതയിൽ നിങ്ങൾ നിങ്ങളുടെ പാത കൃത്യതയോടെ വിവേചിക്കുന്നു.
നിങ്ങളുടെ അന്വേഷിക്കുന്ന ഉത്തരങ്ങൾ നിങ്ങളുമായി നടത്തുന്ന നിശബ്ദ സംഭാഷണത്തിലാണ്. 9. റെസിലിയൻസ് ബിൽഡ്. ജീവിതം വെല്ലുവിളികൾ അവതരിപ്പിക്കും തരുൺ. ഏകാന്തതയിൽ അവയെ നേരിടാൻ ആവശ്യമായ സഹിഷ്ണുത നിങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഒറ്റയ്ക്ക് അസ്തിത്വത്തിൻ്റെ കുത്തൊഴുക്കുകളിൽ സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന ശക്തിയുടെ കിണർ നീ കണ്ടെത്തുന്നു. 10. സമാധാനപരമായ സ്വീകാര്യത. ഏകാന്തതയുടെ ആലിംഗനത്തിൽ തരുൺ സ്വീകാര്യതയിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തുന്നു. നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെയും അംഗീകരിക്കുക. ഇത് ജീവിതത്തിൻ്റെ വികസിക്കുന്നതിനുള്ള ശാന്തമായ കീഴടങ്ങലാണ്. ജീവൻ തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ തരുണിന് ഉള്ളിൽ അഗാധമായ മാറ്റം അനുഭവപ്പെട്ടു. ഒരിക്കൽ അവനെ ഭാരപ്പെടുത്തിയ അരാജകത്വം അലിഞ്ഞു പോയതായി തോന്നി. പകരം വർത്തമാന നിമിഷത്തിൻ്റെ ശാന്തമായ സ്വീകാര്യത സംഭവിച്ച രൂപാന്തരം തിരിച്ചറിഞ്ഞ് ജീവൻ മാസ്റ്റർ പുഞ്ചിരിച്ചു. ഗാന്ധത ഒരു രക്ഷപ്പെടലല്ല തരുൺ, അദ്ദേഹം വിശദീകരിച്ചു. ഇത് നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ സത്തയിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. തനിച്ചായിരിക്കാനുള്ള ശക്തിയെ ആശ്ലേഷിക്കുക. നിശബ്ദതയ്ക്കുള്ളിൽ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു അഗാധമായ സിംഫണി ഉണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും. ഏകാന്തതയുടെ ജ്ഞാനം ഉള്ളിൽ പേറിക്കൊണ്ട് തരുൺ ഗ്രാമത്തിലേക്ക് മടങ്ങി. പ്രകൃതിയുടെ നിശബ്ദമായ കോണുകളിൽ ആശ്വാസം തേടി അവൻ തനിച്ചുള്ള നിമിഷങ്ങൾ തൻ്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. ഈ സമ്പ്രദായങ്ങൾ വഴി തരുൺ ക്രമേണ ഏകാന്തതയുടെ പരിവർത്തന ശക്തി അനുഭവിച്ചു. അവൻ ഏകാന്തതയെ ആശ്ലേഷിച്ചപ്പോൾ താഴെ പറയുന്ന മാറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. 1. ആന്തരിക ശാന്തത. ദൈനംദിന വെല്ലുവിളികൾക്കിടയിലും ഏകാന്തതയുടെ നിമിഷങ്ങളിൽ താൻ കണ്ടെത്തിയ ആന്തരിക ശാന്തതയിൽ തട്ടിയെടുക്കാൻ തരുൺ പഠിച്ചു. ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ ഇനി അവൻ്റെ ഉള്ളിൽ ഇളക്കം തട്ടിക്കില്ല. പകരം ഒരു സമ്പൂർണ്ണ ചൈതന്യത്തോടെ അവൻ അവയെ നേരിട്ടു. 2. സ്വയം പ്രതിഫലന വൈദഗ്ധ്യം. ഏകാന്തമായ പ്രതിഫലനത്തിൻ്റെ പതിവ് കാലഘട്ടങ്ങളിലൂടെ തരുൺ തൻ്റെ ചിന്തകളും വികാരങ്ങളും മനസ്സിലാക്കുന്നതിൽ സമർത്ഥനായി. സ്വയം പ്രതിഫലനത്തിൻ്റെ കണ്ണാടി ഒരു വഴികാട്ടിയായി മാറി. അവൻ്റെ ആന്തരിക ലോകത്തിൻ്റെ സങ്കീർണതകൾ മറികടന്ന് മുന്നോട്ട് പോകാൻ അവനെ അനുവദിച്ചു. 3. അനാവരണ ശക്തി. ഏകാന്തത തരുണിൻ്റെ ഉള്ളിലെ കരുത്ത് ഊട്ടിയുറപ്പിക്കുന്ന കോട്ടയായി. സ്വയം കണ്ടെത്തലിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നപ്പോൾ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ച് അവനെ ശക്തിപ്പെടുത്തുന്ന പ്രതിരോധത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും സംഭരണികൾ അദ്ദേഹം കണ്ടെത്തി. 4. ബാഹ്യ അഭിപ്രായങ്ങളിൽ നിന്നുള്ള മോചനം. ബാഹ്യ മൂല്യനിർണ്ണയത്തിൻ്റെ ആവശ്യകത ക്രമേണ കുറഞ്ഞു. തൻ്റെ മൂല്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിച്ചില്ലെന്ന് തരുൺ തിരിച്ചറിഞ്ഞു. ഈ പുതുതായി കണ്ടെത്തിയ സ്വാതന്ത്ര്യം വിധിയെ ഭയപ്പെടാതെ തന്നെ ആധികാരികമായി പ്രകടിപ്പിക്കാൻ അവനെ അനുവദിച്ചു. 5. ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. തൻ്റെ ചിന്തകൾക്കൊപ്പം അരുൺ സർഗാത്മകതയുടെ പിറവി അനുഭവിച്ചു. ആശയങ്ങൾ സ്വതന്ത്രമായി ഒഴുകി. ആവിഷ്കാരത്തിൻ്റെ പുതിയ വഴികൾ അദ്ദേഹം പര്യവേക്ഷണം ചെയ്തു. ഏകാന്തത അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരമായ ഉദ്യമങ്ങൾ പൂവണിയെന്ന ഫലഭൂയിഷ്ടമായ മണ്ണായി മാറി. 6. ഹീലിംഗ് സൈലൻസ്. ജീവിതം വെല്ലുവിളികൾ സമ്മാനിക്കുമ്പോഴെല്ലാം ഏകാന്തതയുടെ നിമിഷങ്ങളിൽ കണ്ടെത്തിയ സൗഖ്യദായകമായ നിശബ്ദതയിൽ തരുൺ ആശ്വാസം നേടി. നിശബ്ദത ഒരു സങ്കേതമായി മാറി. ആവശ്യമുള്ള സമയങ്ങളിൽ ആശ്വാസവും പുനഃസ്ഥാപനവും പ്രദാനം ചെയ്തു. 7. പ്രകൃതിയുമായുള്ള ബന്ധം. പ്രകൃതിയുടെ മനോഹാരിതയിൽ മുഴുകിയ തരുണിന് പ്രപഞ്ചവുമായി അഗാധമായ ബന്ധം തോന്നി. ഇലകളുടെ മുഴക്കവും പക്ഷികളുടെ പാട്ടും മരങ്ങളുടെ മൃദുലമായ ചാഞ്ചാട്ടവും അവൻ്റെ യാത്രയിൽ കൂട്ടാളികളായി. എല്ലാ ജീവിതത്തിൻ്റെയും പരസ്പര ബന്ധത്തെ ഓർമ്മിപ്പിച്ചു. 8. തീരുമാനമെടുക്കുന്നതിലെ വ്യക്തത. ഏകാന്തമായ ചിന്തയിൽ തരുൺ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വ്യക്തത കണ്ടെത്തി. ബാഹ്യ സ്വാധീനങ്ങളിൽ നിന്നും മുക്തനായ അദ്ദേഹം വ്യക്തമായ മനസ്സോടെ തൻ്റെ പാത വിവേചിച്ചു. അനിശ്ചിതത്വത്തിൻ്റെ മൂടൽമഞ്ഞ് നീങ്ങി അവൻ്റെ യഥാർത്ഥ സ്വഭാവവുമായി യോജിപ്പിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്താൻ അവനെ അനുവദിച്ചു. 9. പ്രതിരോധശേഷിയുള്ള ആത്മാവ്. ജീവിതത്തിലെ അനിവാര്യമായ വെല്ലുവിളികൾ തരുണിനെ കീഴടക്കിയില്ല. ഏകാന്തത അദ്ദേഹത്തിന് സഹിഷ്ണുതയുള്ള ഒരു മനോഭാവം നൽകി. കൃപയോടെയും ധൈര്യത്തോടെയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്തു. 10. സമാധാനപരമായ സ്വീകാര്യത. തനിച്ചായിരിക്കുക എന്ന പരിശീലനത്തിലൂടെ
തരുൺ സമാധാനപരമായ സ്വീകാര്യത വളർത്തി. അവൻ ജീവിതത്തെ അതിൻ്റെ എല്ലാ വശങ്ങളിലും സ്വീകരിച്ചു. അതിൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും അംഗീകരിച്ചു. ഓരോ നിമിഷവും അനാവരണം ചെയ്യപ്പെടുന്ന ശാന്തമായ കീഴടങ്ങൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു ശാന്തത കൊണ്ടുവന്നു. തരുണിൻ്റെ രൂപമാറ്റം ഗ്രാമത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. മറ്റുള്ളവർ അവനിൽ നിന്ന് പ്രസരിക്കുന്ന പുതുതായി കണ്ടെത്തിയ ശാന്തതയും ശക്തിയും നിരീക്ഷിക്കുകയും അവൻ്റെ മാർഗനിർദ്ദേശം തേടുകയും ചെയ്തു. ഇപ്പോൾ ഏകാന്തതയുടെ പ്രശാന്തതയുടെ വിളക്കുമാടമായ തരുൺ ഏകാന്തതയുടെ ശക്തിയെ വിലമതിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത് സഹഗ്രാമീണരുമായി മാസ്റ്റർ ജീവൻ്റെ ജ്ഞാനം പങ്കുവച്ചു. തൻ്റെ പഠിപ്പിക്കലുകളുടെ അലയൊലികൾ നിരീക്ഷിച്ച മാസ്റ്റർ ജീവൻ അംഗീകാരത്തോടെ തലയാട്ടി. ഏകാന്തതയുടെ പരിവർത്തന സ്വഭാവം ആദരിക്കപ്പെടുന്ന ഒരു സംഗീതമായി ആ ഗ്രാമം മാറി. ഒറ്റപ്പെട്ട സമയങ്ങളിൽ കണ്ടെത്തിയ ശാന്തതയും സ്വയം കണ്ടെത്തലും നിവാസികൾ സ്വീകരിച്ചു. തരുണിൻ്റെ യാത്രയുടെ കഥ ഏകാന്തതയെ ആശ്ലേഷിക്കുന്നതിൻ്റെ ആഴത്തിലുള്ള ആഘാതം വ്യക്തമാക്കുന്നു. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട മാസ്റ്റർ ജീവൻ്റെ ജ്ഞാനം തനിച്ചായിരിക്കുന്നതിൻ്റെ പരിവർത്തന ശക്തിയെ പര്യവേക്ഷണം ചെയ്യാൻ വ്യക്തികളെ പ്രചോദിപ്പിക്കുന്നു. നിരന്തരമായ ശബ്ദവും അശ്രദ്ധയും നിറഞ്ഞ ഒരു ലോകത്ത് ഉള്ളിൽ ആശ്വാസം കണ്ടെത്താനുള്ള കഴിവ് ഒരു വിലയേറിയ വൈദഗ്ധ്യമായി മാറുന്നു. ഇത് ആന്തരിക സമാധാനത്തിലേക്കും പ്രതിരോധത്തിലേക്കും പ്രപഞ്ചവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്കും നയിക്കുന്നു. If you love to watch this video, you can like, share and subscribe.